ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സി ഡോട്ടിൽ നിന്നാണ്. അതായത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ടെലിമെറ്റിക്സ് ടെക്നീഷ്യൻ പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, എന്തൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് 7 പേ കമ്മീഷൻ, പേ ലെവൽ 25,500 മുതൽ 81,100 വരെയാണ് സാലറി എന്ന് ഓർത്തിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് 29 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പോസ്റ്റിംഗ് വരുന്നത് ഡൽഹി അതുപോലെ തന്നെ ബംഗളൂരുവാണ് പോസ്റ്റിംഗ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി ഒരു ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 60% ഇൻ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഫുൾ ടൈം റെഗുലർ കോഴ്സായിട്ട് 60% ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം BA BTech ഇൻ എഞ്ചിനീയറിംഗിൽ 60% മാർക്കുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഏതൊക്കെ സ്ട്രീമിൽ നിന്ന് പഠിച്ചവർക്കാണെന്ന് നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ ഓർ ഇൻഫർമേഷൻ സിസ്റ്റം ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇലക്ട്രോണിക്സ് or electronics and communication or electronics and telecommunication or electronics and instrumentation ഇത്രയും പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. സോ ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് 25 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ പ്രയോറിറ്റി ബേസിസ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ അനക്ഷർ 2 കൊടുക്കണമെന്ന് ഇവർ പറയുന്നുണ്ട്. ഇനി ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കുകയാണെങ്കിൽ 26/3/2025 ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് പിന്നെ ഇവിടെ പറയുന്നുണ്ട് ഈ 26/3 പിന്നെ എംപ്ലോയ്മെൻറ്റ് ന്യൂസ് വന്നതിന് ശേഷം 30 ദിവസത്തേക്കാണ് വരെയാണ് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 30 ദിവസം കഴിയുമ്പോൾ ഇത് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ റിട്ടേൺ ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് നിങ്ങളെ അറിയിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. ഏജ് റിലാക്സേഷൻ ബാക്കിയുള്ള SC/ST OBC EWS കാൻഡിഡേറ്റിനൊക്കെ അതിൻ്റെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. 5 വർഷം 3 വർഷമൊക്കെ. ഇനി സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ അതിന് ശേഷം സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. റിട്ടേൺ ടെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉള്ളത്. അതിൽ 90 മിനിറ്റാണ് ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ഈ സൈറ്റിൽ www.c.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്കായിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ റിട്ടേൺ എക്സാം സെൻറ്റർ വരുന്നത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഡൽഹി, ബംഗളൂരു, ഭോപ്പാൽ, മുംബൈ ആൻഡ് കൊൽക്കത്ത എക്സാം സെൻറ്റർ വരുന്നത് അലോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഇതാണ് സിലബസ് അനക്ഷർ 1 കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ മെക്കാനിക്കൽ സ്ട്രീമിൽ പഠിച്ചവർക്ക് ഇതൊക്കെയാണെങ്കിൽ നിങ്ങളുടെ മെക്കാനിക്കൽ സ്ട്രീമിൻ്റെ സിലബസ് ആയിട്ട് പോകാം. മെക്കാനിക്കൽ സ്ട്രീം കൊടുക്കുന്നവരുടെ സിലബസ് ഇതാണെന്ന് ഓർത്തിരിക്കുക. പാർട്ട് 2 എല്ലാവർക്കും സെയിം തന്നെയാണ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്. പാർട്ട് 1 ഇലക്ട്രോണിക്സ് ആണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത്. നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് അവിടെ നിന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ അപ്ലൈ ചെയ്യുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിക്കാതെ അപ്ലൈ ചെയ്യുന്നവരെല്ലാം അപ്ലൈ